വാർത്തകൾ വിശദമായി. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അമ്മയും പങ്കാളിയും റിമാൻഡിൽ. അമ്മ അഖിലയും പങ്കാളി അഷ്കറിനെയുമാണ് കോടതി റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കുട്ടിയുടെ അമ്മ അഖിലയുടെ പങ്കാളി അഷ്കർ കുറ്റം സമ്മതിച്ചത്. അഷ്കർ കുട്ടിയെ ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു. ഭക്ഷണം കൊടുക്കുന്നതിനിടെ കുട്ടി കരഞ്ഞപ്പോൾ പ്രകോപിതനായി മർദ്ദിച്ചു. തല ഭിത്തിയിൽ ഇടിപ്പിച്ചു എന്നായിരുന്നു അഷ്കറിന്റെ മൊഴി. ആന്തരിക രക്തസ്രാവമാണ് കുഞ്ഞിന്റെ മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ അമ്മയും പങ്കാളിയും റിമാൻഡിലായിരിക്കുകയാണ്. അമ്മ അഖിലയും പങ്കാളി അഷ്കറിനെയുമാണ് കോടതി റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്കാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു കുട്ടിയുടെ അമ്മ അഖിലയുടെ പങ്കാളിയായിട്ടുള്ള അഷ്കർ ഇത്തരത്തിൽ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. അഷ്കർ കുട്ടിയെ ഉപദ്രവിക്കുന്നതൊക്കെ പതിവായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്കിടയിൽ തന്നെ കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളൊക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് കുട്ടിയുടെ മരണം ഒരു ദുരൂഹത തന്നെയാണെന്ന് പോലീസ് സംശയിച്ചിരുന്നു. ഒടുവിലാണ് ഇപ്പോൾ അഷ്കർ കുട്ടിയെ ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു എന്ന ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതി. ഭക്ഷണം കൊടുക്കുന്നതിനായി കുട്ടി കരഞ്ഞപ്പോൾ പ്രകോപിതനായിട്ടാണ് കുട്ടിയെ മർദ്ദിച്ചത്. തല ഭിത്തിയിൽ ഇടിപ്പിച്ചു എന്നായിരുന്നു അഷ്കറിന്റെ മൊഴി. എന്തായാലും ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരിക രക്തസ്രാവമാണ് കുഞ്ഞിന്റെ മരണകാരണമായി റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ തന്നെ ചെറുതും വലുതുമായ 51 മുറിവുകളാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. പൊള്ളലേറ്റതുമായിട്ടുള്ള ഉൾപ്പെടെ 51 മുറിവുകളാണ് ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആന്തരിക രക്തസ്രാവമാണ് കുഞ്ഞിന്റെ മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ അമ്മയും പങ്കാളിയും റിമാൻഡിലായിരിക്കുകയാണ്.